ചിന്താപ്രഭാതം. കൂട്ടുകാരെ, ഇന്ന് ഞാൻ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് സ്നേഹം? എങ്ങനെയായിരിക്കണം സ്നേഹം? നമ്മൾ ഹൃദയത്തിൽ ഒരാൾക്ക് നൽകപ്പെടുന്ന സ്ഥാനമാണ് സ്നേഹത്തിൻ്റെ അടയാളം. സ്നേഹിക്കുന്നവരിലേക്ക് ഓടിയെത്താൻ മനസ്സ് കൊതിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം സ്നേഹത്തിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. സ്നേഹിക്കുന്നവരെയോർത്ത് തന്നെത്താൻ മറക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അത് ചിന്തിക്കുക പോലുമില്ല. കൂട്ടിയും കിഴിച്ചും ലഭിക്കുന്ന ലാഭനഷ്ടമല്ല സ്നേഹം. ലാഭനഷ്ടങ്ങളൊക്കെ കണക്കുകൂട്ടി നഷ്ടമൊന്നും വരാതെ ലാഭം മാത്രം കിട്ടണമെന്ന് വിചാരിച്ച് പരസ്പരം അഭിനയിക്കുന്നതല്ല സ്നേഹം. സ്വന്തം താൽപ്പര്യങ്ങൾ ത്യജിച്ച് ചിലപ്പോൾ ഒട്ടേറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് സ്നേഹം കൊണ്ട് ലഭിക്കേണ്ട ആത്മസംതൃപ്തി. ഉള്ളു തുറന്ന് സംസാരിക്കുവാനും ഉള്ളിലൊന്നും മറച്ചുവെക്കാതിരിക്കാനും സാധിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ മാത്രമാണ്. സന്തോഷാശ്രുക്കൾ മാത്രമല്ല, സന്താപത്തിൻ്റെ കണ്ണീരും അവരൊപ്പിയെടുക്കും. സ്വന്തമെന്ന് കരുതുന്ന സ്നേഹത്തിൻ്റെ മുൻപിൽ വലിപ്പച്ചെറുപ്പമുണ്ടാവുകയില്ല. കുറച്ചിലോ വേദനയോ അപമാനമോ അസൂയയോ ഉണ്ടാവുകയില്ല. കടിച്ചമർത്തലുകളും മറച്ചുവെക്കലുകളും ഉണ്ടാവുകയില്ല. പകരം തലോടലുകളും ആശ്വസിപ്പിക്കലും കൊഞ്ചലുകളും കുസൃതികളും പരിഭവങ്ങളും പരിദേവനങ്ങളും പൊട്ടിച്ചിരികളും പൊട്ടിക്കരയലുകളും അവിടങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അങ്ങനെ ഉള്ളു തുറന്നു സ്നേഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പരുവപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്.